പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കിളിമീൻ വറക്കാൻ പോകുന്നതാണ് കാണിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും വിചാരിക്കും ഇതന്നെ മീൻ വറക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പക്ഷെ ഞാൻ ഈ മീനയിൽ അരച്ച് പുരട്ടുന്ന ഒരു സ്പെഷ്യൽ 2-3 ഇൻഗ്രീഡിയൻസ് ഞാൻ എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ള് കാണണേ. ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓരോ പൊടികളിടാം. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. കുരുമുളക് പൊടി ഓരോരുത്തർക്കും ആവശ്യമുള്ള രീതിയിൽ, എരിവ് ആവശ്യമുള്ള രീതിയിൽ കുരുമുളക് പൊടി ഇടാവുന്നതാണ്. ഇനി എടുക്കുന്നത് നമ്മുടെ കടുക് പൊടിച്ചതാണ്, പച്ചക്കടുക് പൊടിച്ചതാണ് മിക്സിയിലിട്ടിട്ട്. അപ്പോൾ ഇത് ഞാൻ ചേർക്കുന്നത് നമ്മുടെ മീൻ എന്തെങ്കിലും പഴക്കമോ എന്തെങ്കിലും ഉണ്ടെങ്കിലാണെങ്കിലും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തോളും. പിന്നെ ഈ കടുക് നമ്മൾ അരച്ച് ഏത് മീനാണെങ്കിലും പുരട്ടിക്കഴിഞ്ഞാൽ മീൻ പൊടിയത്തില്ല. നമ്മുടെ ഒരു വശം നന്നായിട്ട് മുരിഞ്ഞ് ഇപ്പുറത്തെ വശത്തേക്ക് നമ്മൾ ഇടുമ്പോൾ മിക്ക മീനുകളും നമുക്ക് അവിടെ പിടിച്ച് തവയിലിരിക്കുകയൊക്കെ ചെയ്യും. കുറേ പൊടിഞ്ഞൊക്കെ പോവും, പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെയൊന്നും വരത്തില്ല. നമ്മുടെ ഈ പച്ചക്കടുക് നമ്മൾ നന്നായിട്ട് പൊടിച്ചൊരു ടിന്നിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ അത് നമുക്ക് ശകലം ഇടാം. മീനനുസരിച്ച്, ഇതിപ്പോൾ ചെറിയൊരു മീനല്ലേ, മീൻ കൂടുതലാകുമ്പോൾ കൂടുതലിടണം. ഇനി നമുക്ക് വേണ്ടത് എല്ലാവരും ഇടുന്നത് പോലെ മഞ്ഞൾപ്പൊടിയാണ്. ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ മിക്സിയിലൊന്ന് അരച്ച്, ഇത്ര അരച്ചാൽ മതി. അരച്ചിട്ട് നമ്മുടെ എല്ലാ പൊടിയിലേക്ക് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പ് പൊടിയല്ല, ഉപ്പ് ചാറാണ് ഞാൻ ഒഴിക്കുന്നത്. ശകലം ഒഴിച്ചാൽ മതി. ഉപ്പ് പൊടിയുള്ളവർ ഉപ്പ് പൊടി ഇടുക, ചാറാണെങ്കിൽ ചാറ് ഒഴിക്കുക. ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. ശകലം വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഈ അരപ്പുകളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ പൊടികളെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് അരപ്പൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നമുക്ക് വെച്ചിട്ട് വേണം എണ്ണയിൽ വറുത്തെടുക്കാൻ. ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻ പതുക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കിളിമീൻ വറുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിതെല്ലാം കൂടെ ചേർത്ത് വേണം മീൻ കഴിക്കാനായിട്ട്. വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൊരിച്ചെടുത്തതാണ്. അപ്പം നമുക്ക് കൊളസ്ട്രോളിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ല. സവോളയും തക്കാളിയും നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കഴിക്കുമ്പോഴും നല്ല ദഹനമൊക്കെ കിട്ടിക്കോളും. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.